ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എന്നുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണോ? അപ്പം ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് പറ്റുന്നതൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. നമ്മൾ ഇന്ന് ബട്ടർ ക്രീം ബൺ ഉണ്ടാക്കാൻ വേണ്ടി എടുക്കുന്ന ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് അധികം ഒന്നും വേണ്ട. 1, 3, 4 ഐറ്റംസ് മതി. നമ്മുടെ ബട്ടറുണ്ട്, കുറച്ച് മിൽക്കുണ്ട്, പഞ്ചസാര, ബണ്ണ്, മിൽക്ക് പൗഡർ. ഇത്രയും ഇൻഗ്രീഡിയൻസ് ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ടൊരു ക്രീം ബൺ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. ഹലോ ഗൈസ്, ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ട്രെൻഡിങ് ആയിട്ടുള്ള ക്രീം ബൺ ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ അതിനായിട്ട് 3-4 ഇൻഗ്രീഡിയൻസ് ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്ന ഒരു ഐറ്റമാണ്. അപ്പം ഞാൻ ഇന്ന് കേട്ടോ പരീക്ഷിക്കാൻ വേണ്ടി പോകുന്നത്. നമുക്ക് നോക്കാവേ. അതിനായിട്ട് ഞാൻ ഇവിടെ കുറച്ച് 2-4 സ്പൂണ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് 2 ടീസ്പൂൺ മിൽക്ക് പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് നമുക്ക് ആവശ്യമുള്ള രീതിയിൽ. ഫസ്റ്റ് ടൈം ആണ്, എത്രത്തോളം സക്സസ് ആകുമെന്ന് അറിയത്തില്ല. എങ്കിലും ഞാൻ 3 സ്പൂണോളം നമുക്ക് ഏകദേശം ഒരു 3 സ്പൂണോളം മിൽക്ക് പൗഡർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിതൊന്ന് ജസ്റ്റ് പൊടിച്ചെടുക്കാം. ഇങ്ങനെയൊക്കെയല്ലേ നമ്മൾ ഓരോ പരീക്ഷണങ്ങൾ നടത്തുന്നത്. പണ്ട് എനിക്ക് ഇങ്ങനത്തെ പരീക്ഷണം ഫുഡ് ഉണ്ടാക്കുന്ന വലിയ ഇഷ്ടം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പം നിർബന്ധിതയായിട്ട് ഇഷ്ടപ്പെട്ടു പോവുകയാണ് ഗൈസ് കേട്ടോ. ഗൈസ്, ഇവിടെ ഞാൻ നല്ല രീതിയിൽ നല്ല പൊടിച്ചെടുത്തിട്ടുണ്ട്. നല്ല പൗഡർ ഫോമിൽ നല്ല പൊടിച്ചെടുക്കുക. ഫസ്റ്റ് പരീക്ഷണമായതുകൊണ്ട് എത്രത്തോളം സക്സസ് ആവുമെന്ന് അറിയത്തില്ല. എങ്കിലും നമുക്ക് നോക്കാമല്ലോ. ഇനി അടുത്തത് നമുക്ക് വേണ്ട ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ബട്ടർ കേട്ടോ. കുറേ വീഡിയോസിൽ ഞാൻ കണ്ടിട്ടുള്ളത് സാൾട്ട് ആഡ് ചെയ്യാത്ത ബട്ടർ എന്നാണ്. ഇതിനകത്ത് ചെറിയൊരു സാൾട്ട് കണ്ടന്റ് ഉണ്ട് കേട്ടോ. ഉപ്പിൻ്റെ ഒരു കണ്ടന്റ് ഉണ്ട്. എന്നാലും കുഴപ്പമില്ല, നമുക്ക് നോക്കാം. ആക്ച്വലി ഞാൻ ഒരു പ്ലാൻ ചെയ്യാൻ വേണ്ടി പോവാണ്. കുറച്ചെടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം, എന്നിട്ട് ബാക്കി ആഡ് ചെയ്യാം. ഓക്കെ ഗൈസ്, അങ്ങനെ ഞാൻ ഈ പൊടിച്ച് വെച്ച മിൽക്ക് പൗഡറും പഞ്ചസാരയും കൂടെ കുറച്ചെടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് നോക്കാം. ഇത് എത്രത്തോളം സക്സസ് ആകും എന്നറിയില്ലല്ലോ. അത് കാരണം കേട്ടോ. ഞാൻ പൊടിച്ച് വെച്ച മിൽക്ക് പൗഡറും അതിനകത്തേക്ക് നമ്മുടെ ഈ ഗീയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുവാണ്. ബട്ടർ കേട്ടോ, ഗീ അല്ല, ബട്ടർ. ഞാൻ 2 പാക്കറ്റ്, സ്മോൾ പാക്കറ്റ് 2 പാക്കറ്റ് ബട്ടർ, അല്ല ഒന്നും കൂടി ഇട്ടേക്കാല്ലേ, മതിയായിരിക്കും. 2 പാക്കറ്റ് ബട്ടർ, കാരണം അധികമായ അമൃതവും വിഷമാണല്ലോ. അപ്പം ഇത്രയും ഞാൻ എടുത്തിട്ട് പിന്നെ കുറച്ച് മിൽക്കും കൂടെ ആഡ് ചെയ്യണം. എന്നിട്ട് വേണം ഇത് ജസ്റ്റ് മിക്സപ്പ് ആക്കാൻ. ഓക്കെ, അങ്ങനെ ഇതിനകത്തേക്ക് നമ്മൾ കുറച്ച് മിൽക്കും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇത് ഒന്നും കൂടെ അടിച്ചെടുക്കാം. ഒരു ക്രീമി ഫോമിൽ വേണം ഇതാക്കാൻ. അത് കാരണം കേട്ടോ നമ്മൾ അടിച്ച് വീണ്ടും എടുക്കുന്നത്. അപ്പം പാലും നമ്മുടെ പൊടിച്ചു വെച്ച പാൽപ്പൊടി, പഞ്ചസാര, ബട്ടറും കൂടെ നമ്മളിനി അടിച്ചെടുക്കുവാണ് ഒരു ക്രീം പരുവത്തിൽ. ഓക്കെ, അതിന് ശേഷം നമുക്ക് കാണാം കേട്ടോ എങ്ങനെയാകും എന്ന്. ഗൈസ്, ഞാനിവിടെ അടിച്ചെടുത്തപ്പോൾ കുറച്ച് വെള്ളം കൂടി പോയിട്ടുണ്ട്. വെള്ളമല്ല, വാട്ടറി ഫോം കൂടി പോയിട്ടുണ്ട്. അപ്പം ഞാനൊരു ഇതും കൂടെ ഇവിടെ ബട്ടറും കൂടെ ആഡ് ചെയ്യാൻ വേണ്ടി കേട്ടോ. പക്ഷെ ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നമ്മൾ ഈ ക്രീം ബണ്ണൊക്കെ മേടിക്കും. ഞാൻ ഓൾറെഡി ടേസ്റ്റ് ചെയ്ത് നോക്കി. നമ്മൾ ഈ ക്രീം ബണ്ണൊക്കെ വാങ്ങുന്ന പോലെ ഞാൻ അത് കാരണം ഈ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ല. ഈ മാറ്റി വെച്ച പൊടിയും കൂടെ ആഡ് ചെയ്യുക കേട്ടോ. ഗൈസ്, അങ്ങനെ നമ്മുടെ ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നോക്കിക്കേ, നല്ല ക്രീമി ആയിട്ടിരിക്കുന്നു. ഇത് കണ്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷമായിട്ടോ. കാരണം ഈ റീൽസും കാര്യങ്ങളൊക്കെ സ്ക്രോൾ ചെയ്ത് പോകുമ്പം ഞാൻ ഓർത്തിട്ടുണ്ടായിരുന്നു ഇതൊക്കെ നമുക്ക് പറ്റുമോ എന്ന്. ഇത് സിമ്പിളായിട്ടുള്ള ഒരു കാര്യമാണ്. ഇതൊക്കെ നോക്കിയാലല്ലേ നമുക്ക് പറ്റുമോ ഇല്ലയോ എന്ന് അറിയുള്ളൂ. അപ്പം എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ. എന്നെപ്പോലെയുള്ള പറ്റുമോ എന്നുള്ള ആഗ്രഹം ഇങ്ങനെ ചിന്തിക്കാതെ എല്ലാവർക്കും പറ്റുമെന്നുള്ള ചിന്തയോട് കൂടി ഒന്ന് നോക്കിയാൽ എല്ലാവർക്കും പറ്റും കേട്ടോ. ഇത്രയും ഇൻഗ്രീഡിയൻസ് ഉണ്ട്, നമുക്ക് പറ്റുകയും ചെയ്യും. പിന്നെ ഇത് ജസ്റ്റ് 2 ബെന്നിട്ട് നമുക്ക് ഇന്ന് പ്രിപ്പയർ ചെയ്യാം. ഞാൻ 2 ബെന്ന് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഞാൻ നടുവേ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് നമുക്ക് ക്രീമിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. കണ്ടോ? അപ്പം ഇതിനകത്ത് നമുക്ക് ആവശ്യമുള്ള ക്രീം എടുത്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ സാധനമാണ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ഗൈസ്. കണ്ടോ, ഇത്രയും നല്ല പ്രോപ്പറായിട്ട് ഫ്രഷ് ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്ന ഒരു ക്രീമി ബണ്ണാണിത്.
ഇതൊക്കെ ഇപ്പോഴല്ലേ ചെയ്ത് നോക്കുന്ന ഗൈസ്. കുറേ കാലമായി ഇതിൻ്റെയൊക്കെ റീൽസ് കണ്ടിട്ട് വായിൽ വെള്ളം ഊറിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ സ്വന്തം പരീക്ഷിക്കുക എന്നുള്ളത് വളരെ മടി പിടിച്ച കാര്യമായതുകൊണ്ടായിരിക്കാം ഞാൻ നോക്കാതിരുന്നത്. പക്ഷെ ഇന്നെന്ത് എനിക്ക് തോന്നി കേട്ടോ അങ്ങനെ ചെയ്ത് നോക്കാനേ. ഇത് ഞാൻ നല്ലതായിട്ട് ക്രീം ചെയ്ത് വെച്ചിട്ടുണ്ട്. മോൾക്ക് ഇഷ്ടപ്പെടും എന്ന് വിശ്വസിക്കുന്നു. കാരണം കൊച്ചെണീറ്റിട്ടില്ല, അതിന് മുമ്പ് വേണം ഈ പരീക്ഷണത്തിനൊക്കെ നിൽക്കാൻ, അല്ലെങ്കിൽ അവൾ സമ്മതിക്കത്തില്ല ഗൈസ്. അങ്ങനെ ഞാൻ ഇവിടെ ക്രീം തൂത്തു. ഞാനിപ്പോൾ 2 ക്രീം ഉണ്ടാക്കുന്നു. ക്രീം തന്നെ ഉണ്ടാക്കുന്നുള്ള ബാക്കി നമുക്ക് ഹസ്ബൻഡ് വന്നു കഴിയുമ്പോൾ, ഈ ചായ വന്നു കഴിയുമ്പോൾ പുള്ളിക്കും കൂടി ഒന്ന് ഉണ്ടാക്കി കൊടുക്കണം. പുള്ളീൻ്റെ പരാതി തീരട്ടെ. പുള്ളി എപ്പോഴും പറയും, രഞ്ജു നീ എന്നെ ഒരു സ്പെഷ്യൽ ഉണ്ടാക്കാത്തതെന്നൊക്കെ. സ്പെഷ്യൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടൊന്നുമല്ല ഗൈസ്. ഈ ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ വന്നിട്ട് ആഴ്ചയിൽ ഒരു ഓഫ് കിട്ടും. ആ ഓഫിൻ്റെ അന്ന് നമ്മൾ വിശ്രമിക്കാൻ നോക്കുമോ, സ്പെഷ്യൽ ഉണ്ടാക്കാൻ വേണ്ടി നോക്കുമോ? അതാണ് സത്യാവസ്ഥ കേട്ടോ, ഓപ്പണായിട്ട് പറയാലോ. പിന്നെ ചെറിയൊരു മടി ഇതുണ്ടോ. അങ്ങനെ ഒന്ന് കടിച്ചു നോക്കാം. ഒരു രക്ഷയില്ല ഗൈസ്, സൂപ്പർ സാധനം. പൊളി പൊളി. എസമോള് വന്നിട്ട് എണീറ്റ് കഴിഞ്ഞിട്ട് അവളുടെ എക്സ്പ്രഷൻ എങ്ങനെയാണ്, അവൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ എല്ലാവരും പരീക്ഷിക്കണം. അടിപൊളി സൂപ്പർ സാധനം കേട്ടോ. അങ്ങനെ ഞാൻ ഉണ്ടാക്കിയതിൽ നിന്ന് ബാക്കി വന്ന ഈ ക്രീം ഇരിപ്പുണ്ട്. ഇത് നമുക്ക് സ്റ്റോർ ചെയ്യാൻ വേണ്ടി പറ്റും. ഞാനിത് ക്ലോസ് ചെയ്തിട്ട്, എന്തായാലും ഇതിനകത്ത് ഓവറായിട്ടുള്ളതൊന്നും ഇല്ലല്ലോ, കാരണം മിൽക്കും ബട്ടറും പഞ്ചസാരയൊക്കെ അല്ലേ ഉള്ളൂ, പാൽപ്പൊടി. അത് കാരണം ഇത് സേഫറായിട്ട് ഫ്രിഡ്ജ് വെക്കാം എന്നുള്ള വിശ്വാസത്തിൽ ഞാൻ വെക്കുകയാണ്. വൈകുന്നേരം വെച്ചാൽ വന്നിട്ട് പുള്ളിക്ക് ഒന്ന് ഉണ്ടാക്കി കൊടുക്കണം. വലിയ പ്രതീക്ഷയോടുകൂടി ഞാൻ ക്രീമൻ്റെയൊക്കെ ഉണ്ടാക്കി ഹെസമോളുടെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഹെസമോളുടെ റിയാക്ഷൻ എന്താണെന്ന് നോക്കട്ടെ. പുള്ളി ആദ്യം കണ്ട പാടെ പറഞ്ഞു ബെന്ന് വേണ്ടെന്നൊക്കെ. ഇത് ഹെസമോളെ അമ്മ ഉണ്ടാക്കിയ സ്പെഷ്യലാണേ. ക്രീമൻ ഒന്ന് കഴിക്കോ മോനെ? പാലല്ല മോനെ, ക്രീമാ ഗൈസ്. കൊച്ചു തെറ്റിദ്ധരിച്ചു പാലാ അതൊക്കെ. പാലല്ല, ക്രീം ബൺ. ഒന്ന് തിന്നുവോ? അമ്മ കഷ്ടപ്പെട്ടുണ്ടാക്കിയതല്ലേ. വേണ്ട, അവൾ എന്നെ അപമാനിച്ച് ഓടിച്ചു ഗൈസ്. നല്ലാണോ? പിടിക്ക്. ഓ സമാധാനം, അറ്റ് ലാസ്റ്റ് അവള് സമ്മതിച്ചു അത് ക്രീമന്നാണെന്ന്. കഷ്ടപ്പെട്ട് ഞാൻ വലിയ ഹൈപ്പോഡ് ഉണ്ടാക്കിക്കൊണ്ടുവന്ന ക്രീമന്നെ അവള് പറയും പാലാന്ന്. നല്ലതാണോ? ആണോ? ക്രീമാണോ? കൊച്ച് അക്സെപ്റ്റ് ചെയ്തു ഗൈസ്, ക്രീമാണെന്ന്. സന്തോഷമായി ഗോപിയേട്ടോ, സന്തോഷമായി. വേണോ? ഇഷ്ടായോ? താങ്ക് യു. അമ്മയ്ക്ക് താങ്ക് യു ഉണ്ടോ? ഇഷ്ടപ്പെട്ടോ? അമ്മ വലിയ പ്രതീക്ഷയോടെ ഉണ്ടാക്കിക്കൊണ്ട് വന്നതാ, കൊച്ചു കഴിക്കുമെന്ന് വിചാരിച്ച്. ഇഷ്ടായോ? ഇഷ്ടമായെന്ന് പറഞ്ഞു അറ്റ് ലാസ്റ്റ്. സന്തോഷമായി ഗോപിയേട്ടെ, സന്തോഷമായി. സൂപ്പറാന്ന് പറ. ഈ വീഡിയോ നോക്കിട്ട് പറ, സൂപ്പറാന്ന് പറ. ഇനിയിപ്പം നിർത്തിക്കോ, പരിപാടിയൊക്കെ നിർത്തിക്കോ. ഇനി TV ഒക്കെ തന്ന് ഞാൻ ഇച്ചിരി ഫുഡൊക്കെ കഴിക്കട്ടെ എന്നാ പറയുന്നത്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും കാണുന്നതാണ്. ബൈ ബൈ കൊടുത്തേരെ ഹെസ. See you എന്ന് പറ.